ബാക്ക് പെയിൻ ഡെയിലി ലൈഫിനെ മാത്രമല്ല മാരീഡ് ലൈഫിനെയും അഫക്റ്റ് ചെയ്യും. പക്ഷേ അത് പലരും തുറന്നു പറയാറില്ല. മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ പെയിന്, സ്റ്റിഫ്നെസ്, വേദന കൂടുന്നുള്ള പേടി, ഇതൊക്കെ ആ ഒരു ഇൻറ്റിമസി അവോയ്ഡ് ചെയ്യാൻ വളരെ കാരണമായേക്കാം. ഇതിൻ്റെ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പീറ്റഡ് ആയിട്ട് ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ബോഡി ശരിക്കൊരു റിക്കവറി ആവശ്യപ്പെടുന്നുണ്ട്. ഒരുപാട് നേരം ഇരിക്കുന്നത്, പൂറായിട്ടുള്ളൊരു പോസ്ചർ, മസിൽസിൻ്റെ വീക്ക്നെസ്, ഉറക്കക്കുറവുകൾ, ഇതെല്ലാം അതിൻ്റെ ഒരു ആ പെയിൻ കണ്ടിന്യൂ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കും. ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം സ്ട്രെച്ചിങ്ങും വാക്കിങ്ങും ചെയ്യുക. ഹിപ്പിനും ലോവർ ബാക്കിനും അതുപോലെ തന്നെ മൊബിലിറ്റി കൂടാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ പെയിൻ ഇഗ്നോർ ചെയ്യാതെ, ആ കണ്ടീഷൻ വേഴ്സ് ചെയ്യാതെ അതിനൊന്ന് മാനേജ് ചെയ്യാനായിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതിനൊരു റൈറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കുക, റൈറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, റൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് പാറ്റേൺസ് ഫോളോ ചെയ്യുക. ആയുർവേദത്തിൽ കുറച്ചധികം മരുന്നുകൾ പറയുന്നുണ്ട്, രാസനാഥി കഷായവും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും അവരവരുടെ പ്രകൃതിക്കനുസരിച്ചിട്ട് പറ്റുന്ന മെഡിസിൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിനെ, ഒരു ഇൻറ്റിമേറ്റ് ലൈഫിനെ അത് ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് പുറത്ത് പറയാതിരിക്കേണ്ട, സഫർ ചെയ്യാതിരിക്കുക, റൈറ്റ് ആയിട്ടുള്ള ഗൈഡൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഞാൻ സംസാരിക്കുന്നത് സ്പൈനിനെ കുറിച്ചും നട്ടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ ഫോളോ ചെയ്യാം, താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണാം.